ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഒരു ആശയക്കുഴപ്പം മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വാക്താവാണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരൊന്ന് എഴുതിയാൽ കൊള്ളാമായിരുന്നു. നമ്മൾ ഇവിടെ പേര് മറച്ച് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. പേര് കൃത്യമായി എഴുതി ചോദിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. മാത്രമല്ല, ഇവിടെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കുറിപ്പ് വായിക്കുന്നത്. അപ്പോൾ തന്നെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ചോദിക്കാം. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾക്ക് വരാം. ഇവിടെ ഉണ്ടോന്നുള്ളതല്ല, മുജാഹിദിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വരാം. അത് തന്നെ മടവൂരി ഗ്രൂപ്പിന് വരാം. പിന്നെന്താ പറഞ്ഞത്, സക്കരിയായുടെ ജിന്നൂരി ഗ്രൂപ്പിന് വരാം. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിയുടെ ഗ്രൂപ്പിന് വരാം. ഹിഫ്ലുർ റഹ്മാൻ ഗ്രൂപ്പിന് വരാം. പിന്നെ സമദ് മങ്കടല്ല, വേറെ ഒരു സുബൈർ മങ്കടയുടെ ഗ്രൂപ്പിന് വരാം. ഇവർക്ക് എല്ലാവർക്കും വരാം, ആർക്കും വരാം, എല്ലാ ഗ്രൂപ്പിനും വരാം. അപ്പൊ ഇവിടെ വന്നൊരു ചോദ്യം, ഒരു ആശയക്കുഴപ്പം മനസ്സിൽ കടന്നുകൂടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. നബി തിരുമേനിയുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12 തന്നെയാണോ? ആണ്. ഒന്നാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12 തന്നെയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. തന്നെയാണ്. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു സംഭവം പറയാം. ചരിത്ര ഗ്രന്ഥങ്ങൾ, ചരിത്ര വിശദീകരണത്തിന്റെ അവലംബ ഗ്രന്ഥമായ താരീഖുൽ ഉമമി വൽ മുലൂക്ക്, ഇമാം ഇബ്നു ജരീർ ത്വബരിയുടെ ഗ്രന്ഥമാണ് താരീഖുൽ ഉമമി വൽ മുലൂക്ക്. ആ ഗ്രന്ഥത്തിൽ അതിന്റെ 2ാം വാല്യം 134-ാമത്തെ പേജിൽ പറയുന്നു, حدثنا ابن حميد قال حدثنا سلمة قال حدثني ابن إسحاق قال ولد رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത് യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസമാണ്. ആമൽ ഫീൽ, ആനക്കലഹ വർഷത്തിലാണ്. ലിസ്നതൈ അശറത, 12ാമത്തെ ദിവസത്തിലാണ്. മലത്ത് മിൻ ശഹർ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസത്തിൽ. അങ്ങനെ എത്ര ഉണ്ട്? ഇനി ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു തന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ പറയുന്നു. എന്താ പറയുന്നത്? സുമ്മൽ ജുംഹൂർ, ചില ഒറ്റപ്പെട്ട ചില വിമർശകരല്ലാത്ത ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് അലാ അന്ന ദാലക കാന ഫീ ശഹർ റബീഉൽ അവ്വൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവം അത് നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. എന്നാ നടന്നത്? ലിസിൻതൈ അശറത ഖലത് മിൻഹു, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസത്തിലാണ്. നസ്സ അലൈഹി ഇബ്നു ഇസ്ഹാഖ്, ചരിത്രത്തിന്റെ കുലപതിയായ, ഇസ്ലാമിക ചരിത്രത്തിന്റെ അജയ്യനായ നേതാവ് ഇമാം ഇബ്നു ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അത് ഖണ്ഡിതമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. റവാഹു ഇബ്നു അബീ ശൈബ ഫീ മുസന്നഫിഹി, ഇൽമുൽ ഹദീസ് ശാസ്ത്രത്തിലെ ഇമാമായ പ്രസിദ്ധമായ മുസന്നഫ് ഇബ്നു അബീ ശൈബ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായ ഇമാം ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അൻ അഫ്ഫാന അൻ സഈദ് ഇബ്നു മൈന അൻ ജാബിർ വഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്നീ 2 സഹാബി വര്യന്മാരെ തൊട്ട് അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്താ? അന്നഹുമാ ഖാൽ, അവർ രണ്ടുപേരും പറയുകയാണ്, വലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത് ആമൽ ഫീൽ, ആനക്കലഹ വർഷത്തിൽ, യൗമൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസമാണ്. അസ്സാനി അശറ മിൻ ശഹർ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസമാണ്. വഫീഹി ബുഇസ, അന്നാണ് റസൂലുള്ളാഹിക്ക് പ്രവാചകത്വം ലഭിച്ചത്. വഫീഹി ഉരിജ ബിഹി ഇലസ് സമാ, അന്നാണ് മിഅ്റാജ് ഉണ്ടായത്. വഫീഹി ഹാജറ വഫീഹി മാത, അന്ന് ഹിജ്റ പോയി, അന്ന് മരിക്കുകയും ചെയ്തു എന്ന്. വഹാദാ ഹുവൽ മശ്ഹൂർ ഇൻദൽ ജുംഹൂർ, തിങ്കളാഴ്ചയാണ് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിക്ക് മിഅ്റാജ് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. അല്ലാതെ റബീഉൽ അവ്വൽ 12 മിഅ്റാജ് ഉണ്ടായിന്നല്ല. മിഅ്റാജ് റജബിലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ തിങ്കളാഴ്ചയാണ് മിഅ്റാജ് ഉണ്ടായത്. ജനിച്ചത് 12 തിങ്കളാഴ്ചയാണ്. വഹാദാ ഹുവൽ മശ്ഹൂർ ഇൻദൽ ജുംഹൂർ വല്ലാഹു അഅലം.
ഇതാരാ രേഖപ്പെടുത്തുന്നത്? അൽ ബിദായത്ത് വന്നിഹായുടെ 2ാമത്തെ വാള്യം 215ാമത്തെ പേജിൽ. അപ്പൊ ഒരാൾക്ക് ഇങ്ങനെ ഈ മുജാഹിദീങ്ങൾക്ക് സംശയം, തിരുമേനിയുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12 തന്നെയാണോ? ആണ്. വഫാത്തായത് പ്രസ്തുത ദിവസത്തിലാണെന്നതിൽ നിസ്സംശയം പറയാം. പക്ഷേ ജന്മദിനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. അത് ആ വാദിക്കുന്ന ആ കൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇമാമുകൾ രേഖപ്പെടുത്തിയതാണ് നമ്മൾ കണ്ടത്. അതിന് തെളിവെന്താ? റസൂലുള്ളാഹിന്റെ ജന്മദിനം റബീഉൽ അവ്വൽ 12 അല്ല എന്നുള്ളതിന് തെളിവായിട്ട് സമസ്ത അംഗീകരിച്ച നബാത്ത് ഖുതുബയിൽ റബീഉൽ അവ്വൽ മാസത്തെ ഭാഗങ്ങളിൽ ഹയാത്തു നബിയെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല, റസൂലുള്ളാഹിന്റെ ജീവനെ കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. മാത്രമല്ല വഫാത്ത് നബിയെ കുറിച്ച് പറയുന്നുണ്ട് പോലും. അത് നബാത്തിയ ഖുതുബയെ പറ്റി പഠിക്കാത്തതല്ല. നബാത്തിയ ഖുതുബ എന്ന് പറയുന്നത് തഖ്വീഫ്, അതായത് ആളുകളിൽ ഖൗഫ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമികമായ എല്ലാ സംഭവങ്ങളും, ഇസ്ലാമികമായ എല്ലാ വിഷയങ്ങളും നബാത്തി ഖുതുബയിൽ ചർച്ച ചെയ്യുന്നില്ല. നബാത്തി ഖുതുബയിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും മനുഷ്യന്റെ പാപങ്ങളെ കുറിച്ചാണ്. നബാത്തിയ ഖുതുബയിൽ ചർച്ച ചെയ്യുന്നത് മനുഷ്യരുടെ തിന്മകളെ കുറിച്ചാണ്. 1, മനുഷ്യരുടെ മരണത്തെ കുറിച്ചാണ്. 2, ഖബർ ശിക്ഷയെ കുറിച്ചാണ്. 3, പരലോകത്തിന്റെ ഭീകരതകളെ കുറിച്ചാണ്. 4, നരകശിക്ഷയെ കുറിച്ചാണ്. 5. ഇത്തരത്തിൽ മനുഷ്യരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നബാത്തിയ ഖുതുബയിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള സംഭവങ്ങളും നബാത്തിയ ഖുതുബയിൽ കൂടുതൽ പരാമർശിക്കുന്നില്ല. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസത്തില് റസൂലുള്ളാഹിന്റെ വഫാത്ത് പറഞ്ഞത്, അതേ സമയത്ത് ജന്മത്തിന്റെ കാര്യം പറയാതിരുന്നത്. നബാത്തിയ ഖുതുബയിൽ ജന്മത്തിന്റെ കാര്യം പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് റസൂൽ ജനിച്ചിട്ടില്ല എന്ന് വരും. എന്ത് പൊട്ടത്തരാണ് ഈ പറയുന്നത്? നബാത്തിയ ഖുതുബയിൽ റസൂലുള്ളാഹിന്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടോ? ആകെ 5-10 മിനിറ്റോ ഓതി തീർക്കേണ്ട ഒരു സംഗതിയാണ് നബാത്തിയ ഖുതുബ എന്ന് പറയുന്നത്. അതിലെല്ലാ കാര്യങ്ങളും പരാമർശിക്കൂല. മറിച്ച് മരണം, പാപം, ഫിത്ന, ശിക്ഷ, ഭീകരതകൾ, ഇത്തരത്തിലുള്ള മനുഷ്യരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നബാത്തിയ ഖുതുബയിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസത്തിൽ നബാത്തിയ ഖുതുബയിൽ വഫാത്തിന്റെ കാര്യം ഉണർത്തിയപ്പോൾ ജന്മത്തിന്റെ കാര്യം പറയാതിരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജന്മത്തെയോ ജന്മദിനത്തിന്റെ പ്രത്യേകതയെയോ നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ഒരിക്കലും നബാത്തിയ ഖുതുബയിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ വിമർശകർക്ക് പറയാമായിരുന്നു. അപ്പൊ പിന്നെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നില്ല. ഏത് വൈരുദ്ധ്യമാണ്? ദയവായി ഒന്ന് വിശദീകരിക്കാമോ? ഇത് തന്നെയാണ് വിശദീകരിക്കുന്നത് എന്ന് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വക്താവ്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഇനി മാത്രമല്ല അത് നമ്മുടെ ഷൗക്കത്ത് ഫൈസി പറയും. ഇവിടെ ഈ നബിദിനാഘോഷം ശക്തമായ രൂപത്തിൽ 1950-കൾക്ക് മുമ്പുള്ള 40 കൊല്ലക്കാലം ഇവിടെ നടത്തിയത് മുജാഹിദുകളാണ്. നമുക്ക് മദ്രസാ പ്രസ്ഥാനം ശക്തിപ്പെട്ടു. മദ്രസാ തലത്തിൽ ഇതിന് ശാസ്ത്രീയമായ നബിദിനാഘോഷ പരിപാടികൾ നിലവിൽ വന്നപ്പോ മുജാഹിദുകൾ കാലുമാറി. അന്ന് മുതൽക്ക് മുജാഹിദുകൾക്ക് നബിദിനാഘോഷം ശിർക്കും ബിദ്അത്തും കുഫറും ഒക്കെയായി മാറി. ഞാൻ ചോദിക്കട്ടെ, 50-കൾ വരേക്കുമുള്ള മുജാഹിദുകൾ സ്വർഗത്തിലോ നരകത്തിലോ? ബാക്കി ഷൗക്കത്ത് ഫൈസി പറയും. അതിന്റെ ഒരു വശം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. മറ്റൊരു വശമാണ് അദ്ദേഹം സൂചിപ്പിച്ചു വെച്ചത്. കേരളത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ദിവസങ്ങൾ കഴിയുന്തോറും അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ ചിലപ്പോൾ ഇത്ര വിപുലമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ചില വ്യത്യാസങ്ങൾ വന്നു എന്നതൊഴിച്ചാൽ ഈ ആഘോഷ പരിപാടികൾ ഇന്ന് ഇവർ അവകാശപ്പെടുന്ന ഇവരുടെ നേതാക്കളും മുൻഗാമികളുമായ ആളുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഇവർക്ക് പറ്റിയ അബദ്ധം എന്താ അറിയും? പല സംഭവങ്ങളും ഇപ്പൊ അവര് ഖുർആന് ഹദീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് എത്താറില്ല. പലപ്പോഴും ഘോരമായി പ്രസംഗിക്കുമ്പോൾ ഖുർആൻ എടുത്ത് ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയും. ഇത് കാര്യം തിരിയണമെങ്കിൽ മൗലൂദിന്റെ അവിടെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെയാണ് അവരുടെ പരിപാടി. ചെറിയൊരു ഉദാഹരണങ്ങൾ കണ്ടോളി, നേരിട്ട് കണ്ടോളി. ആദ്യം ഇയാൾ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ സമർത്ഥിക്കുക, തൂഫാൻ ഉണ്ടായത് ലൂത്ത് നബിന്റെ കാലത്താണ്.
അപ്പൊ ബാക്കുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ല പടപ്പി അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അല്ലാന്ന് ലൂത്ത് നബിന്റെ കാലത്ത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഖുർആൻ 2 ആയത്തൊക്കെ ഓതി അർത്ഥമൊക്കെ പറഞ്ഞ് അവസാനാണ് മൗലൂദ് എടുക്കുന്നത്. മൗലൂദ് എടുക്കുമ്പോൾ അയാൾക്ക് തിരിയുന്ന അല്ല, അത് നൂഹ് നബിന്റെ കാലത്ത് തന്നെയാണ്. കേട്ടോളി, നിങ്ങൾ നേരിട്ടോളൂ. ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ എങ്ങനെയുണ്ട്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ലൂത്ത് നബിന്റെ കാലത്ത് തന്നെയാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. എങ്ങനെയുണ്ട്? പക്ഷേ ഖുർആനിൽ പറയുക ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളെ രക്ഷിച്ചത്, അദ്ദേഹത്തിന്റെ അയൽക്കാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പഠിച്ചോ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത് മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദന്മാരെ ഒന്ന് മനസ്സ് തുറക്ക്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് ഇപ്പൊ എത്ര ആയത്ത് മതി? എല്ലാവരും ലൂത്ത് നബിനെ തന്നെ അയാൾ അർത്ഥം പറയണത്. ഇപ്പോഴൊന്നും കാര്യം തിരിയണില്ല. ഇനി കാര്യം തിരിയണ എപ്പോഴാണ് നോക്കിക്കോളി. വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തടിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. മതി, മൗലൂദ് ഓതിയപ്പോ അത് സംഗതി തിരിഞ്ഞത്. ഇങ്ങനെ പല സംഭവങ്ങൾക്ക് തിരിയല് മൗലൂദ് ഓതുമ്പോഴാ ഖുർആനൊക്കെ ഓതി നല്ല അർത്ഥമൊക്കെ പറയും. ഏതോ ആവട്ടെ, ഇത് ഇവരുടെ മുൻഗാമികൾ തന്നെ ചെയ്തതാണ്. ഇവരുടെ അൽ ഇർഷാദി മാസികയിൽ നമ്മൾ നോക്കിയാൽ മുൻകാലത്ത് 1340കളിലുള്ള അൽ ഇർഷാദ് മാസികകൾ നോക്കിയാൽ കാണാൻ കഴിയും. ഏറിയാട് വെച്ചുകൊണ്ട് തന്നെ അവർ മൗലിദാഘോഷം സംഘടിപ്പിച്ചതും അതിൽ ഭക്ഷണം വിതരണം ചെയ്തതുമായ സംഭവം അൽ ഇർഷാദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവൽ 12 ആണെന്ന് ചോദിച്ചല്ലോ, റബീഉൽ അവലിൽ ആണോന്ന്. അതിനും തന്നെ അൽ മുർഷിദ് മാസിക മറുപടി പറയുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ തന്നെ EK മൗലവി എഴുതുന്ന ഒരു ലേഖനത്തിൽ കാണാൻ കഴിയും, റബീഉൽ അവൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവൽ മാസത്തിലാണ്. അൽ മുർഷിദും മാസിക തന്നെ എഴുതിയിട്ടുണ്ട്. തുടങ്ങി 12ഓളം പേജുകൾ ഇവിടെ തന്നെ വായിക്കാൻ ഞാൻ കൊണ്ടുവന്നത് തന്നെ ഉണ്ട്. റബീഉൽ അവലിലാണെന്ന് അവർ എഴുതിയത്. അവരെഴുതുകയും അത് നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ MT ഉസ്താദ് പറഞ്ഞതുപോലെ പിൽക്കാലത്താണ് പിന്നെ അത് ശിർക്കും കുഫറൊക്കെ ആയത്. അവരുടെ ശിർക്കും കുഫർ എന്ന് പറയുന്നത് വ്യക്തികളുടെ ചിന്തക്കനുസരിച്ചും മാസങ്ങളും വർഷങ്ങളും കഴിയുന്നതനുസരിച്ചും ദൂരം കൂടുന്നതിനനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടുന്ന ശിർക്കും കുഫറുമാണ് അവർക്കുള്ളത്. ഖുർആനും ഹദീസും എന്ന് വായ കൊണ്ട് പറഞ്ഞാലും അതവർക്ക് വേണ്ടതുപോലെ തിരിയാറുമില്ല എന്നാണ് അവരുടെ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹക്ക് മനസ്സിലാക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ പാവപ്പെട്ട പല ആളുകളും അതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവർക്കൊക്കെ സത്യം മനസ്സിലാക്കി തിരിച്ചു വരാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി ആരെങ്കിലും വഹാബി പ്രസ്ഥാനത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അറിയിക്കുകയാണ്. വിധേയ കക്ഷികൾ ആരെങ്കിലും പല ഭാഗത്തും ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞതാണ്, ഇവിടെയും അതുപോലെ തന്നെ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ സംരക്ഷണം ഞങ്ങൾ നൽകണോ നൽകാം. നിങ്ങൾക്ക് ഇവിടെ വന്ന് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. ഉപയോഗപ്പെടുത്തണമെന്ന് ഞങ്ങൾ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സംഘാടകര് ഒരു ബക്കറ്റായിട്ട് നിങ്ങളെ സമീപിക്കും. അപ്പൊ നിങ്ങളെല്ലാവരും നല്ല ഒരു സംഖ്യ കീശയിൽ നിന്ന് ഇപ്പൊ തന്നെ എടുത്തു വെക്കുക. ഇത്രയും നല്ല വിപുലമായ ഒരു പരിപാടി നടത്തിയതിന്റെ പിന്നിൽ ഒരുപാട് ചെലവുകൾ ഉണ്ടാവും, നിങ്ങൾക്കറിയില്ലേ? അല്ലാഹു തആല അത് വെറുതെ ആക്കൂല. ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി, ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഈ പരിപാടി ഒരു സ്വാലിഹായ പരിപാടിയാണ്.
ആ പരിപാടിക്ക് നല്ലൊരു സഹായം നൽകുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങളെ സമീപിക്കുന്ന പ്രവർത്തകരുടെ ബക്കറ്റ് നിങ്ങൾ നിറച്ചു കൊടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരും അറിയിക്കുകയാണ്, ഉണർത്തുകയാണ്. എന്റെ പേര് ഹബീബ് എന്നാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ഈ പേരെടുത്ത് പറഞ്ഞ വഹാബി പ്രസ്ഥാനം അതിൽ പെട്ടതൊന്നല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനാണ്. നമ്മുടെ ഉദ്ഘാടന പ്രാസംഗികം പറഞ്ഞു, NDF എന്ന സംഘടന അതിന്റെ പാപ്പരായത്വം മൂലമാണ് പോപ്പുലർ ഫ്രണ്ട് ആയെന്നും പിന്നീടാണ് STP ആയെന്നും. ഇതെന്താ സംഭവം എന്ന് വ്യക്തമായി വിവരിച്ചു തരാം. ചോദ്യം നോട് ചോദിക്കാം. NDF 1993 നവംബർ 14-ാം തീയതി മുതലക്കുളം മൈതാനത്ത് വെച്ചുകൊണ്ട് നയപ്രഖ്യാപനം നടത്തി. അതിനുശേഷം അതിന്റെ പാപ്പരത്വം മൂലമാണ് ആ പ്രസ്ഥാനം പോപ്പുലർ ഫ്രണ്ട് ആയത് എന്ന് പറഞ്ഞു. പിന്നീട് STPI ആയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഒരു സജീവ അതിന്റെ പ്രവർത്തകരായതിന്റെ പേരിൽ അതിന്റെ കൃത്യമായ കാരണം ഞങ്ങൾക്കറിയാം. അതിന്റെ അപ്പുറത്തേക്കാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ ആ സംഘടനയെ പറ്റിയിട്ട് ഉദ്ഘാടക പ്രാസംഗം കൃത്യമായി പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയാ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും വിടുവായത്വം വിളിച്ചു പറയുന്ന ഒരു പ്രവണതയാണ് മുഹമ്മദ് ഫൈസി നടത്തിയത്. NDF എന്ന ഈ സംഘടന ബിദ്അത്തിന്റെ ഒരു സംഘടനയാണെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. മഞ്ചേരിയിലുള്ള NDFന്റെ പള്ളിയിൽ ഏത് ഭാഷയിലെ ഖുത്ബ? മഞ്ചേരിയിലുള്ള NDFന്റെ പള്ളിയിൽ മലയാളത്തിൽ ഖുത്ബ നിർവഹിക്കുന്നത് ഏത് ആദർശത്തിന്റെ പേരിലാണ്? അപ്പൊ അതാണ് ഈ സംഘടനയുടെ ആദർശ പാപ്പരത്വം എന്ന് നിങ്ങൾ പറയാൻ കാരണം. എന്റെ അടുക്കൽ ഇപ്പോൾ തേജസിന്റെ കോപ്പികൾ ഞാൻ കൊണ്ടുപോകുന്നിട്ടില്ല. തേജസിന്റെ കോപ്പികൾ എന്റെ കയ്യിലുണ്ട്. കേരളത്തിലുള്ള നവോത്ഥാന പ്രക്രിയക്ക് സമാരംഭം കുറിച്ചത് ഐക്യസംഘമാണെന്നും അത് പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമയായി മാറിയെന്നും ഇപ്പോൾ ആ നവോത്ഥാന സംരംഭം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നും നിങ്ങൾ തന്നെ തേജസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ആ കോപ്പി എവിടെ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ എടുത്തു തരാൻ കഴിയില്ല, കാരണം ഞാൻ ആ കോപ്പി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഐക്യസംഘത്തിന്റെ നവോത്ഥാന പ്രക്രിയയുടെ പിന്നാമ്പുറക്കാരായിട്ട് സ്വയം പരിചയപ്പെടുത്തുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ ഒന്നേ. രണ്ടാമത്, തങ്ങൾക്ക് സ്വാധീനമുള്ള പള്ളികളിൽ മലയാള ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ ഏതു ആദർശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? അതുകൊണ്ടാണ് ആദർശ പാപ്പരത്വം നിങ്ങൾ പറയാൻ കാരണം. മഞ്ചേരിയിലുള്ള ഗ്രീൻ വാലി എന്ന് പറയപ്പെടുന്ന ട്രസ്റ്റില് 3 കൊല്ലത്തോളം പഠിച്ച ആളാണ് ഞാൻ. അവിടെ ജുമാക്ക് നമസ്കാരം നടക്കാറില്ല. 2 അടുത്തുള്ള പള്ളികളിൽ പോയിട്ടാണ് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജുമാ നമസ്കാരം നിർവഹിക്കാറ്. സാധാരണ 5 നേരം നമസ്കാരം ഉണ്ടാവാറുണ്ട്, ജുമാ ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിലാണല്ലോ ഏത് ഭാഷയിൽ നിന്നുള്ള മറുപടി പറയേണ്ടത്. ശരി ശരി. അപ്പൊ മഞ്ചേരിയിലുള്ള ഗ്രീൻ വാലി പള്ളിയിൽ ജുമാ നടക്കാറില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് നമുക്ക് നമുക്ക് 2 കൂട്ടർക്കും അവിടെ പോയി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. നടക്കാറുണ്ട് എന്ന് ഇവിടെ തൃശ്ശൂർ വന്നിട്ട് ഞാൻ പറഞ്ഞാലും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും 2 അവിടെ പോയി അന്വേഷിക്കേണ്ട ആവശ്യം കാര്യമാണ്. അവിടെ നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ 3 കൊല്ലത്തെ അനുഭവം? അവിടെ ആരാണോ ഇമാമ് വെക്കുന്നത് അത് അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. ഇപ്പൊ ഒരു നിർബന്ധമായിട്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് കഴിയുള്ളെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട്, അവിടെ ഇരിക്കുന്നവരൊക്കെ ആമീൻ പറയാറുണ്ട്. ഇനി ഒരാള് അങ്ങനെ പ്രാർത്ഥന നിർവഹിക്കാതെ പോവുകയാണെങ്കിൽ അതിനെ എതിർക്കാനും ഞങ്ങൾ പോവാറില്ല. അതിന് കാരണമുണ്ട്. കാരണം സമുദായത്തിന്റെ ഇടയിലുള്ള ഭിന്നിപ്പ് കൃത്യമായിട്ട് സംഭവിച്ചു വന്നപ്പോ അത് നമ്മൾ ഈ ആശയക്കുഴപ്പത്തിൽ പ്രശ്നങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു ബഹളത്തിന് പള്ളി ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഒറ്റ കാരണത്താൽ. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ചങ്ങരംകുളത്ത് ഒരു വീട്ടിലെ 2 കുട്ടികളെയാണ് ജുമാ നമസ്കാരത്തിന് ശേഷം ഈ SSFും SKSSFും പറഞ്ഞുകൊണ്ട് കൊന്നത് പള്ളിയിലിട്ടിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ആശയപരമായ സംവാദങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ രക്തകളം ഒഴുക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരോ ഒരാളെയും നിർബന്ധിക്കാറില്ല, അതിലേക്ക് പ്രവർത്തകർ വലിച്ചേക്കാറില്ല. അതുകൊണ്ട് നിസ്സാരമായ വിഷയങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കാൻ പോപ്പുലർ ഫ്രണ്ട് തയ്യാറല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം. നിങ്ങൾ മാന്യമായ നല്ല ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതായത് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ
പോപ്പുലർ ഫ്രണ്ടിന്റെ ആദർശ പാപ്പരത്വം കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് എതിർക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസംഗിച്ചതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ചോദ്യമാണ്. അപ്പൊ പോപ്പുലർ ഫ്രണ്ടിന് ഏതു ഭാഗത്താണ് ആദർശ പാപ്പരത്വം, അല്ലെങ്കിൽ NDF പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറുന്നത് ആദർശ പാപ്പരത്വത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആദർശപരമായ രാഷ്ട്രീയമായ വീക്ഷണത്തിലല്ല, ആദർശപരമായ വീക്ഷണത്തിൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് SKSFന് വിയോജിപ്പുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ സൂചന. ആ രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ വിയോജിപ്പുണ്ടാവാം, പക്ഷെ അദ്ദേഹം ആദർശ പാപ്പരത്വമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്, അല്ലേ? അപ്പൊ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആദർശ പാപ്പരത്വമായിട്ട് ഞാൻ ഒന്നാമതായിട്ട് നിങ്ങൾ പറഞ്ഞ ഈ ഗ്രീൻ വാലിയിൽ ജുമാ നടക്കുന്നുണ്ടോ ഇല്ല, എന്റെ അറിവ് പ്രകാരം ജുമാ നടക്കുന്നുണ്ട് എന്നായിരുന്നു. അവിടെ അവര് മലയാളത്തിലാണ് ഖുത്ബ നിർവഹിക്കുന്നത് എന്നൊരു അറിവ് ഞാൻ പറഞ്ഞു. നിങ്ങൾ അത് നിഷേധിക്കുകയാണെങ്കിൽ അത് അവിടെ പോയി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതിൽ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ ജുമാ നടക്കുന്നില്ല എങ്കിൽ ഓക്കെ, നടക്കുന്നില്ല, നമ്മൾ അതിന്റെ പേരിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന ഇവിടെയും ഞാൻ അവിടെ ആ പള്ളിയിൽ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷെ എങ്കിലും അവിടെ കൃത്യമായി അവിടെ പോയി നിസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നത് അവിടെ സാധാരണ നടക്കുന്ന ജമാഅത്തില് നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നടക്കുന്നില്ല. അപ്പൊ അതിന് നിങ്ങൾ തന്നെ കാരണം പറഞ്ഞു. ഇവിടെ ആദർശപരമായ ഭിന്നിപ്പ്, ആ ഭിന്നിപ്പ് വളർത്താൻ പള്ളികൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് നിങ്ങൾ കാരണം പറഞ്ഞത്. ശരി, പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം അതാണ് ഹഖായ ആദർശം. ഇത് കേവലം ഒരു ഭിന്നിപ്പല്ല, സമുദായം തമ്മിലുള്ള ഭിന്നിപ്പല്ല. ഈ ഭിന്നിപ്പ് ഇവിടെ തുടങ്ങി വെച്ചത് 1921 മുതൽക്ക് മുജാഹിദ് പ്രസ്ഥാനമാണ്, വഹാബി പ്രസ്ഥാനമാണ്. അതിനു മുമ്പ് നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നതിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ സുബഹിക്ക് കുനൂത്ത് ഓതുന്നതിന്റെ വിഷയത്തിലോ ഇവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടായിട്ടില്ല. കുടുംബപരമായ കലഹങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കൃഷിപ്പണിയിൽ കലഹങ്ങൾ ഉണ്ടാവാം, വ്യക്തിപരമായ വിദ്വേഷങ്ങൾ ഉണ്ടാവാം, സാമുദായികമായ മതപരമായ നിയമങ്ങളിൽ ഒരു കലാപവും ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തു തന്നെ, സ്വഹാബിമാരുടെ കാലത്തു തന്നെ ഇവിടെ കൈമാറി പോന്ന ഒരു ഇസ്ലാമിക ആദർശമുണ്ട്. ആ ആദർശത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നു. അവിടെ മുജാഹിദ് ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ മുജാഹിദിനെ കൊണ്ട് നിങ്ങൾ ഇമാമത്ത് നിർത്തുന്നു. അവിടെ മുജാഹിദിന്റെ ഇമാമത്തിൽ അയാൾക്ക് കൂട്ടപ്രാർത്ഥന വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ അതിനും അനുവാദം കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ആദർശപരമായ ഒരു പ്രതിബദ്ധതയില്ല. ഏതു പ്രസ്ഥാനമാണെങ്കിലും ആദർശപരമായ ഒരു പ്രതിബദ്ധത നിങ്ങൾ കാണിക്കണം. അത് ഞങ്ങളുടെ ഒരു ഉപദേശമാണ്, ഞങ്ങളുടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉപദേശമാണ്. ഒന്ന്. രണ്ടാമതായിട്ട്, നവോത്ഥാനത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഐക്യസംഘം ആവിഷ്കരിച്ച നവോത്ഥാന പ്രക്രിയയുടെ പിന്നാമ്പുറക്കാരായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ തേജസ്സിൽ എഴുതി വച്ചിരിക്കുന്നു. ഇത് സാമ്പിളുകളാണ്. ഇനി അനുഭവത്തിന്റെ പാഠത്തിൽ ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് NDF-കാർ പരിചയമുണ്ട്. NDF-ലായതിന്റെ പേരിൽ സുന്നിസം ചോർന്നു പോയ വെറും കേവലം NDF ആയതിന്റെ പേരിൽ സുന്നിസം എന്ന് വെച്ചാൽ സുന്നി സ്പിരിറ്റ്, സുന്നി ആചാരങ്ങളിലുള്ള സ്പിരിറ്റ്, ആ സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ. അത് ഇസ്തിഹാസ നടത്തേണ്ടവർക്ക് നടത്താം, ഇസ്തിഹാസ ശിർക്കാന്ന് പറയേണ്ടവർക്ക് അതും പറയാം. ഇങ്ങനെ അതും പറയാം ഇതും പറയാം എന്നാണോ ഇസ്ലാമിന്റെ നിയമം? തീർച്ചയായിട്ടും എനിക്ക് ശേഷം നിങ്ങളിൽ ആര് ജീവിക്കുകയാണെങ്കിലും അവൻ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണും. അപ്പൊ അതും നിലനിൽക്കട്ടെ ഇതും നിലനിൽക്കട്ടെ, ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല എന്നാണോ? അല്ല. അതിൽ നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കുക, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും മുറുകെ പിടിക്കുക. ഇവിടെ NDF ആയതിന്റെ പേരിൽ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും മുസ്ലിം ലീഗോ എന്ന് ചോദിക്കാൻ ഉണ്ടാവും. മുസ്ലിം ലീഗ് ആയതിന്റെ പേരിൽ ഒരാൾ മുജാഹിദ് ആകുന്നില്ല, ഒരാൾ ലീഗ് ആയതിന്റെ പേരിൽ മുജാഹിദ് ആവില്ല. മുജാഹിദ് ആയതിന്റെ പേരിൽ ഒരു പക്ഷേ ലീഗിക്ക് വന്നിട്ടുണ്ടാവാം. ലീഗ് ആയതിന്റെ പേരിൽ മുജാഹിദ് ആകുന്ന പ്രതിഭാസം കേരളത്തിൽ കാണപ്പെടുന്നില്ല. അതേ സമയത്ത് NDF ആയതിന്റെ പേരിൽ ഇങ്ങനെ ആദർശ രംഗത്ത് താൻ ജീവിച്ചിരുന്ന, താൻ പഠിച്ചു വെച്ച ആദർശങ്ങളോട് ഒരു തരം പുച്ഛഭാവം പുലർത്തുന്ന എത്രയോ NDF-കാരെ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ കാണുന്നുണ്ട്.
ഇവിടെ ഉണ്ടത്രേ. അങ്ങനെ ആദർശം ചോർന്നു പോയ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ ഈ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. അപ്പോ ഞാൻ തരാം, അവസരം തരാം. ക്ഷമിക്കൂ സുഹൃത്ത്, ക്ഷമിക്കൂ. നിങ്ങൾ ഇവിടെ ഇരിക്കും, കസേരി കുത്തിരിക്കും, എഴുന്നേൽക്കണ്ട. അപ്പൊ ചുരുക്കത്തിൽ ആദർശപരമായ പ്രതിബദ്ധത നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് എന്നുള്ള ഞങ്ങളുടെ ഈ വിമർശനം അത് ശരിയായ വിമർശനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഞാൻ പറഞ്ഞല്ലോ ഉദ്ഘാടന പ്രാസംഗം പറഞ്ഞത് ഇതിന്റെ ആശ്രിത പ്രാപിച്ചത്. പക്ഷെ പോപ്പുലർ ഫ്രണ്ട് നിലക്ക് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾക്ക് വ്യക്തമാക്കാലോ, എന്തിനാണ് ഞങ്ങൾ പേര് മാറിയെന്നുള്ളത്. ഞങ്ങള് ഈ NDF എന്ന് പറയപ്പെടുന്ന സംഘടനയെ പോലെ സമാനമായ ചിന്താഗതിയോടുകൂടി ഇന്ത്യയില് ദേശീയ തലത്തില് അഥവാ കർണാടകയിലും തമിഴ്നാട്ടിലും അങ്ങനെ വിവിധ സ്റ്റേറ്റുകളിൽ വിവിധ പേരുകളിൽ വിവിധ ഭാഷകളിൽ NDF-നോട് സമാനമായ ചിന്താഗതിയിലെ സംഘടനകൾ പ്രവർത്തിക്കുന്ന ആ സംഘടനകൾക്ക് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ നിലപാട് വ്യക്തമാക്കല്ലേ വേണ്ടത്, അവിടെ നിൽക്കുക. ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ പ്രസ്താവനയെ കുറിച്ച് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു. ആദർശപരമായ പ്രതിബദ്ധത നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയമായ സംയോജിപ്പോ രാഷ്ട്രീയമായ പരീക്ഷണങ്ങളോ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള പരീക്ഷണ രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഇടപെടലുകളോ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിവിടെ നിങ്ങളുടെ പരീക്ഷണ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പരീക്ഷണത്തെയും ഒക്കെ മറ്റു രാഷ്ട്രീയക്കാർ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവമായിരിക്കാം. ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ ആദർശപരമായ ആദർശം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ അഖീദയും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിന്റെ ആചാര വിശ്വാസപരമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ NDF-ന്റെ അനുഭവം, NDF-ലേക്ക് ഒരു സുന്നി പോയി കഴിഞ്ഞാൽ അയാൾ ഒന്നിരിക്കൽ ഒരു പൂർണ്ണ ബിദഈയാകുന്നു, അല്ലെങ്കിൽ ഒരു അർദ്ധ ബിദഈയാകുന്നു. സുന്നി ആചാരങ്ങളെ പുച്ഛത്തോടുകൂടി നിരീക്ഷിക്കുന്ന അനുഭവങ്ങൾ എത്രയോ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നേരിട്ട് കണ്ടതിന്റെ പേരിലാണ് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ ആദർശപരമായ പ്രതിബദ്ധതയുള്ള NDF ഇസ്ലാമിക സ്പിരിറ്റുള്ള ഒരു പ്രസ്ഥാനമാണെന്നാണല്ലോ പരിചയപ്പെടുത്തിയിരുന്നത്. കേവലം ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരിയായിട്ട് ഒരു മതകീയ പ്രസ്ഥാനമായിട്ടാണല്ലോ ആദ്യം NDF പ്രവർത്തിച്ചിരുന്നത്. സുബഹിയുടെ ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ ഒരു കാലത്ത് ജമാഅത്തിന് NDF-ന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ജമാഅത്തിന് പോയിരുന്ന എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എന്താ കറണ്ട് പോയോ? NDF-ന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ജമാഅത്തിന് പോയിരുന്ന എത്രയോ സുഹൃത്തുക്കൾ. അത് അവരുടെ സംഘടനയുടെ ഒരു സ്പിരിറ്റ് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു നിയമമായിരുന്നു, മതപരമായ ഇത്തരം നിയമങ്ങൾ. ഇങ്ങനെ ഒരു മതത്തിൻ്റെതായ ഒരു പാർട്ടിയായി പ്രവർത്തിച്ചിരുന്ന നിങ്ങളുടെ ആദർശം ഞങ്ങൾ നോക്കും. നിങ്ങളുടെ ആദർശത്തിൽ നിങ്ങൾക്ക് ബിദഈ താല്പര്യങ്ങൾ ഉള്ളതായിട്ട്, അതല്ലെങ്കിൽ സുന്നി താല്പര്യങ്ങളോട് നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്നതായിട്ട് അനുഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ പ്രവർത്തിച്ച എത്രയോ NDF അതിന്റെ പേരിൽ സുന്നിസത്തിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട്. സമസ്തയുടെ പ്രവർത്തകൻ SKSF-ന്റെ കൊടി പിടിക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ മനസ്സിലുള്ള വിശ്വാസ ആചാരങ്ങളിൽ അയാൾക്ക് ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല. ആ ഒരു വിധത്തിൽ NDF-കാർ പോയപ്പോൾ അതാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്, ആദർശപരമായ വൈകല്യങ്ങൾ NDF-ൽ കലർന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുക. ഇവിടെ ആശയപരമായ വിഷയത്തിലല്ല മൂപ്പര് അത് പറഞ്ഞത്. മൂപ്പര് ജമാഅത്ത് അല്ല അല്ല മുണ്ടല്ല എന്നല്ല നിങ്ങൾ പറയുന്ന വിഷയം. ചോദ്യം ചോദിക്കാം ഒന്ന്. രണ്ടാമത് ചോദ്യം ചോദിക്കാം അതിന് ചോദ്യം ചോദിക്കാം. ഇങ്ങോട്ടൊക്കെ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഞങ്ങൾ പറഞ്ഞ എന്താ അറിയോ, ആദർശപരമായ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതല്ലാതെ വേറെന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ ചർച്ച. ഈ നോട്ടീസ് മുന്നിൽ കണ്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, ഈ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സുന്നി ആദർശ സംവാദം എന്നാ. ആ വിഷയത്തിൽ ആദർശപരമായി നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടില്ലെങ്കിൽ പറയാം. 100% ഞങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്ന അഥവാ സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ആദർശത്തിലാണ്. അതിൽ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ ഇന്ന കാരണങ്ങൾ പറഞ്ഞത് തെറ്റാകുന്നു എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സമർത്ഥിക്കാം.
ആദർശപരമായി നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതിനെ നിങ്ങൾ ഗണ്ണിക്കാതെ നിങ്ങളുടെ പേര് മാറ്റിയ കാരണങ്ങൾ വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാവാം. ആദർശപരമായി നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾ പ്രവർത്തകർക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി ഇവിടുന്ന് പറയുന്നതുമാണ്. ഇനി വേണമെങ്കിൽ അതിൽ കൂടുതൽ കാലം പ്രവർത്തിച്ച ആളുകൾ ഞങ്ങളെ കൂടെ വരണ്ട എന്നൊക്കെ വിട്ടു വന്ന ആളുകൾ അവരെ കൊണ്ടും വേണമെങ്കിൽ പറയിപ്പിക്കാം. സഹോദരന്മാരെ, NDF-ന്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്ന, നിങ്ങളുടെ പേരെന്താ? അബൂബക്കർ സാഹിബ്. അദ്ദേഹം NDF-ന്റെ ആദർശപരമായ പാപ്പരത്വം ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് പറഞ്ഞു. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയ മാന്യ സുഹൃത്ത്, ഇത് അഹ്ലു സുന്നയുടെ പരിപാടിയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചര്യയെ മുൻനിർത്തിക്കൊണ്ട് ആ നബിയും സഹാബത്തും എന്താണോ നമുക്ക് കാണിച്ചു തന്നത് അതനുസരിച്ച് ജീവിക്കുന്ന ഈ അഹ്ലു സുന്ന വൽ ജമാഅ NDF-ന്റെ ആശയത്തോട് ആദർശപരമായി കൊണ്ട് 100% അതിൽ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ ബഹുമാനപ്പെട്ട മാന്യ സുഹൃത്ത് ദയവായി മുന്നോട്ട് കടന്നു വരണമെന്നാണ് പറയാനുള്ളത്. 100% അതിൽ അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ആശയത്തിന് എതിരുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് മാന്യദേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. സംഭവിച്ചിട്ടുണ്ട്. ഇത് അഹ്ലു സുന്നയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ 100% അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം അവന് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുക എന്നല്ലാതെ അവനവന്റെ മനസ്സിലുള്ള ആശയങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ 100% അതിൽ അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് ആ പ്രസ്ഥാനം നീങ്ങുന്നത് എന്ന് ഒരിക്കലും തന്നെ നമുക്ക് അവകാശപ്പെടാൻ കഴിയുകയില്ല എന്ന് ഈ സമയത്ത് ബഹുമാനപ്പെട്ട മാന്യ അദ്ദേഹത്തെ ഞാൻ അറിയിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പൊ സഹോദരങ്ങൾ, ഇദ്ദേഹം NDF-ൽ പ്രവർത്തിച്ച ഒരാളാണ്. നമ്മുടെ അനുഭവം പോലെ ഓരോരുത്തരും അവരവരുടെ വിശ്വാസപ്രകാരം പ്രവർത്തിക്കണം എന്നല്ല. NDF-ൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ സുന്നിയല്ലാതെയാവുക എന്നുള്ളൊരു പ്രതിഭാസം NDF-ലുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, NDF-ൽ പ്രവർത്തിച്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനുഭവസ്ഥരായ പല ആളുകളും നമ്മളോട് പറയുന്ന വിഷയമാണ്. അപ്പൊ NDF-ന്റെ ആദർശപരമായ ഈ വൈകല്യം അത് കേരളീയ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് അവർ പേര് മാറ്റുന്നത്. ആദർശപരമായ അവരുടെ ചാപ്പല്യവുമായിട്ട് മുന്നോട്ട് പോയാൽ ഇതിന് വളരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോ അവർ പേര് മാറ്റും. പോപ്പുലർ ഫ്രണ്ടാക്കും, മറ്റുള്ള ഫ്രണ്ടാക്കും. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി നമ്മളോട് സൂചിപ്പിക്കുന്നത്. അതിന് ജീവിക്കുന്ന നമ്മുടെ സ്റ്റേജിലുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഇദ്ദേഹം മാത്രമല്ല, ഇങ്ങനെ 100 കണക്കിന് പ്രവർത്തകരുടെ അനുഭവ സാക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. മനസ്സിലായില്ലേ? പേരും പ്രസ്ഥാനവും ഏത് പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആളാണെന്ന് പറഞ്ഞത്? പേര് മുഹമ്മദ് കാസിം. ഞാൻ സംസ്ഥയുടെ പ്രവർത്തകനാണ്. എനിക്ക് ഒരു മുജാഹിദ് പ്രവർത്തകൻ ഇഷ്കാലാക്കിയ ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്. മഹ്മൂദ് മാലയിലുള്ള ഒരു വരി, 2 വരി, ഐനറ്റ അറബി ഞാനെന്ന് ചൊന്നവർ, വീണ്ടും മീമറ്റ അഹമ്മദ് ഞാനെന്ന് ചൊന്നവർ എന്ന വരി, അതിന്റെ താല്പര്യം എന്താണെന്നൊന്ന് അറിയാം. ഐനറ്റ അറബി ഞാനെന്ന് ചൊന്നോവർ, മീമറ്റ എന്താണ്
അഹ്മദ് ഞാനെന്ന് ചൊന്നു. ഈ പറഞ്ഞത് അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് വിരൽ ചൂണ്ടാനാണ്. ഐനറ്റ അറബി എന്ന് പറഞ്ഞാൽ അറബി എന്നതിൽ നിന്ന് ഐന് പോയ റബ്ബ്. അപ്പൊ എന്റെ നിലനിൽപ്പ് റബ്ബിനെ കൊണ്ടാണ് എന്നർത്ഥം. അലിഫ് പിന്നെന്താണ്? മീമറ്റ അഹമ്മദ് ഞാനെന്ന് ചൊന്നവർ. അഹമ്മദ് എന്നതുള്ള മീമ് പോയാൽ അഹദുൻ, ഏകനായ ഞാനൊരു അഹമ്മദ് എന്ന് പറഞ്ഞ് എന്റെ വ്യക്തിത്വത്തിന് ഒരു പ്രസക്തിയുമില്ല. അഹമ്മദ് എന്ന എന്റെ വ്യക്തിത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്റെ വ്യക്തിത്വത്തിന്റെ പ്രസക്തി, എന്റെ നിലനിൽപ്പിന്റെ പ്രസക്തി അത് മീമ് അഹദായ റബ്ബ് തആലയെ കൊണ്ടാണ്. ആരാണ് ചോദ്യകർത്താവാരാ? ഏതുപോലെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യുബായിഊനക, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. നബിയെ, അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നവർ അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്യുന്നത്. അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നവർ അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്യുന്നത്. എന്താ അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നവർ അല്ലാഹുവിനോട് ബൈഅത്ത് കാരണം കൈപിടിച്ച് കണ്ട് ഉടമ്പടി ചെയ്യാന്നല്ലേ? അപ്പൊ അങ്ങയോട് കൈപിടിച്ച് ഉടമ്പടി ചെയ്യുന്നവർ അല്ലാഹുവിനോടാണ് കൈപിടിച്ച് ഉടമ്പടി ചെയ്യുന്നത്. എന്താ ഇതിനർത്ഥം? യഥാർത്ഥത്തിൽ ആ ഉടമ്പടിയുടെ സാക്ഷാൽ വക്താവ് അല്ലാഹുവാണ് എന്നാണ് ഇതിനർത്ഥം. വമാ റമൈത ഇദ് റമൈത, നബിയെ അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞിട്ടില്ല. വലാകിന്നല്ലാഹ റമ, അള്ളയാണ് എറിഞ്ഞത്. അപ്പൊ അങ്ങ് ഇങ്ങനെ എറിഞ്ഞപ്പോ അള്ളയാണ് എറിഞ്ഞത്. ഇതിനർത്ഥം എന്താ? എറിഞ്ഞത് അങ്ങാണെങ്കിലും അതിന്റെ സാക്ഷാൽ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അപ്പോ ഐനറ്റ അറബി ഞാൻ എന്നോവർ എന്ന് പറഞ്ഞാൽ ഞാൻ അറബിയാണെങ്കിലും എന്റെ സാക്ഷാൽ ഉടമസ്ഥൻ ഐനില്ലാത്ത റബ്ബാകുന്നു. മീമറ്റ അഹമ്മദ് ഞാൻ എന്നോവർ എന്ന് പറഞ്ഞാൽ ഞാൻ അഹമ്മദ് ആണെങ്കിലും എന്റെ സാക്ഷാൽ ഉടമസ്ഥൻ അഹദാകുന്ന അള്ളാഹു ആകുന്നു. അത് കാവ്യലോകത്തോരോ പ്രയോഗങ്ങളാണ്, കവിതാ ശകലങ്ങളിൽ ഉപയോഗിക്കുന്ന ശൈലികളാണ്. ആ ശൈലികൾക്ക് കവിതയുടെ പ്രാസവും അതിന്റെ അലങ്കാരവും അതിന്റെ വൃത്തവും അനുസരിച്ച് അർത്ഥം വെക്കുക എന്നുള്ളത് കവിതാശാസ്ത്രവുമായി ബന്ധമുള്ള ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിന്റെ ഉദ്ദേശ്യം. അല്ലാതെ ഞാൻ റബ്ബാണ്, ഞാൻ പടച്ചോനാണ് എന്ന് അള്ളാഹുവിന് സ്തുതികീർത്തനം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന കാവ്യത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന പാട്ടുള്ളത്. അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വേറെ അള്ള വേറെ എന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ പാടുമ്പോ അദ്ദേഹത്തിന്റെ കവിത ശകലത്തിന്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞതാണ്. അതൊരിക്കലും തന്നെ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട ഉദാഹരണം. വലില്ലാഹിൽ ഖുദ്റത്തു ജമീഅ, എല്ലാ കഴിവും അള്ളാഹിന്റേതാണ്. എനിക്കും നിങ്ങൾക്ക് ഒരു കഴിവുമില്ല. വല്ലാഹു ഹുവൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ, അള്ളാഹു ആകുന്നു സ്വാശ്രയത്വമുള്ളവൻ, നിങ്ങൾ എല്ലാവരും ഫക്കീറന്മാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആയത്തിന്റെ ഒരു വിശദീകരണം അതല്ലെങ്കിൽ അതിന്റെ ആ ആശയം വാസ്തവമാകുന്ന ഒരു പദ്യശകലം മാത്രമാണ് അത്തരത്തിലുള്ള പദ്യങ്ങളൊക്കെ. അതൊന്നും തന്നെ ഒരിക്കലും തന്നെ ശിർക്കിന്റെ വാക്കുകളല്ല, യഥാർത്ഥ തൗഹീദിനെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി കവിമാർ അവരുടെ കവിതകളിൽ ചേർത്തി വെക്കുന്ന വാക്കുകൾ മാത്രമാണ്. മനസ്സിലായില്ലേ? ഗ്രീൻ വാലിയിൽ ഞാൻ ഇപ്പൊ മഞ്ചേരിയിലുള്ള മേഖല SKSFന്റെ ജനറൽ സെക്രട്ടറിക്ക് ഇപ്പൊ ഞാൻ വിളിച്ചു. മഞ്ചേരി സ്വദേശിയായ അദ്ദേഹം പറഞ്ഞത് 4 കൊല്ലമായിട്ട് അവിടെ ജുമാ നടക്കുന്നുണ്ട് എന്നാണ്. നമ്മളെ ബൈലക്സ് ക്ലാസ് റൂമിലൊക്കെ പല ആളുകളും അല്ലെ, ബൈലക്സ് ക്ലാസ് റൂമിൽ പല ആളുകളും പിന്നെ ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് അടിച്ചു തന്നു അവിടെ ഗ്രീൻ വാലിയിൽ ജുമാ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഞാന് ചെറുപ്പം മുതലേ പള്ളിക്ക് നമ്മളെ സുന്നി പള്ളിക്ക് മുത്തഅല്ലിമും മുദരിസുമായിട്ട് കഴിഞ്ഞുകൂടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ പള്ളിക്ക് ജുമാ കൂടുക എന്ന് പറഞ്ഞാല് നിർവാഹമില്ലാത്ത വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളവിടെ പോയിട്ടില്ല. അപ്പൊ അദ്ദേഹം അത് ഒറ്റടിക്ക് നിഷേധിച്ചപ്പോ ഞാനാണല്ലോ തെളിവ് പറയേണ്ട ആള്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാതിരുന്നത്. ഇപ്പോ നമ്മൾ മഞ്ചേരി
അവിടുത്തെ ഏറ്റവും പ്രമുഖനായ മഞ്ചേരി സ്വദേശിയായ വ്യക്തിക്ക് തന്നെ വിളിച്ചു വെച്ചു 4 കൊല്ലമായിട്ട് അവിടെ ജുമ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞത്. എന്തോ ആവട്ടെ, ഇൻഷാ അല്ലാ അതിന് നാളെ തന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് അതിലെല്ലാ വിശദാംശങ്ങളും അന്വേഷിക്കും ഇൻഷാ അല്ലാ. ആര് നിങ്ങൾ വിളിച്ചോ? അദ്ദേഹം വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയുള്ള വിവരം കിട്ടിയത്. നമ്മുടെ ക്ലാസ് റൂമിൽ, ബൈലക്സ് ക്ലാസ് റൂമിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റുകളും അത് തന്നെയാണ് പറയുന്നത്. എന്തോ അല്ലാഹു അഅലം, ഏതായാലും അവിടെ ജുമ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഇല്ല എങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അവിടെ നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥനയില്ല. ജുമാ ഖുത്ബക്ക് അറബി ഭാഷ അവിടെ നിർബന്ധമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരം. അതായത് ഒരു സങ്കര ഇനം വകുപ്പ്, സങ്കര ഇനം, അതുമാവാം ഇതുമാവാം എന്ന് മാത്രമല്ല, സുന്നി ആചാരങ്ങളോട് ഒരു വെറുപ്പ്. NDF ആയതിന്റെ പേര് സുന്നികളോട് വെറുപ്പ് പുലർത്തുന്ന ആളുകൾ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ വീട്ടിൽ NDF-കാരെ കടന്നു വന്നിട്ട് നമ്മുടെ സുന്നി ആചാരങ്ങളെ നിശിതമായി വിമർശിച്ചു പോയ രംഗം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതൊക്കെ ഈ മുസ്ലിയാക്കന്മാര് വെറുതെ കാശ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചു പോയ രംഗം. പക്ഷെ അതൊക്കെ ഇപ്പൊ നമുക്കൊരു കുറിപ്പിൽ കാണിച്ചു കൊടുക്കാൻ കഴിയൂല, അതൊക്കെ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ തുറന്നു കാണിച്ചു എന്നുള്ളത് മാത്രമാണ് SKSF ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ മാത്രം ഉണ്ടെങ്കിൽ, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തെബിലീഗ് പോലത്തെ പുത്തൻ പ്രസ്ഥാനക്കാരുണ്ടെങ്കിൽ മാത്രം വന്നതിൽ നമ്മൾ പരിപാടി നിർത്താൻ പോവാണ്. അവർക്കുണ്ടെങ്കിൽ ഇനി നമ്മൾ അവസരം കൊടുക്കണം. അതിനുവേണ്ടിയാണല്ലോ നമ്മളിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരുണ്ടെങ്കിൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വരാം, അതിനോട് ബന്ധപ്പെട്ട സുന്നി ആദർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ്. ആരും ചോദിക്കില്ലല്ലേ? എന്നാ എല്ലാവരും ആ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ മുന്നിക്ക് വരി, നമുക്കൊന്ന് 3 സ്വലാത്ത് എഴുതിയിട്ട് ദ്വാരക്കാം. എല്ലാവരും വരും. എല്ലാ സത്യവിശ്വാസികളായ സഹോദരങ്ങളും മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾ എല്ലാവരും മുന്നിലേക്ക് വരിക. ഒരു 3 സ്വലാത്ത് റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകാം. എല്ലാവരും ഒരു 3 സ്വലാത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുക. 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സാണ്. ധാരാളം മുതഅല്ലിമുകളും ആലിമീങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു വലിയ സദസ്സാണ്. ഇഷ്ടംപോലെ കാരണവന്മാർ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. ധാരാളം സ്ത്രീകൾ നമ്മുടെ സ്കൂളിന്റെ മക്ക് പിന്നിലായിട്ട് നമ്മുടെ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഈ ശബ്ദം പല ആളുകളും ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും നമ്മുടെ ദുആക്ക് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 സ്വലാത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എല്ലാവരും ചൊല്ലുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പല ആളുകളും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തില് 1.5 വയസ്സുള്ള മുഹമ്മദ് എന്ന സുഖമില്ലാത്ത കുട്ടി നടന്നു കാണാനും സംസാരിച്ചു കാണാനും പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സുഹൃത്ത് നമ്മുടെ ഈ സദസ്സിന് വേണ്ടി നല്ലൊരു സംഖ്യ ഇവിടെ നൽകി. അതും നമ്മൾക്ക് പ്രത്യേകിച്ച് ദ്വാരക്കണം. വേറെ ഒരുപാട് ആൾക്കാർ പല സതുദ്ദേശങ്ങളും ഇവിടെ പറഞ്ഞതായിട്ട് സംഘാടകര് പറയുകയുണ്ടായി. എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒന്നിച്ച് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الرحم الرحمن يا الملك الجبار يا രാജാതിരാജനായ റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ പ്രവർത്തനം നീ ഖബൂലാക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹസനാത്തിന്റെ മീസാനിൽ ഇതിനെ നീ ചേർക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ ഏടിൽ ഇതിനെ നീ രേഖപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹു സത്യദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളുടെ
ഈ ശ്രമം നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സത്യദീനിന്റെ എതിരാളികളായ ചിത്രശക്തികളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദീനിനെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ഇസ്ലാം മതത്തെ ഖിയാമത്ത് നാൾ വരെ നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ. എല്ലാവിധ ബുദ്ധിമുട്ടിനെ തൊട്ടും ഈ ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും നീ കാക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, പാപികളായ ദോഷികളായ ഞങ്ങളുടെ സകലമായ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അത് തൗബ, ഞങ്ങളുടെ പാപമോചനം നീ സ്വീകരിക്കണേ. ഞങ്ങളുടെ പാപമോചനം ചോദിച്ചുകൊണ്ടുള്ള ഈ ഇസ്തിഗ്ഫാർ, ഈ ചോദ്യം നീ കബൂലാക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് ഇജാബത്ത് ചെയ്യണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ഉലമാക്കൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉലമാക്കൾ, സാദാത്യങ്ങൾ, അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. രോഗികളായ ഉസ്താദുമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് ദുആക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും ഖൈറായ മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ദിവസങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. നാളെ പരലോകത്ത് റബ്ബേ, നിന്റെ സുഖലോക ഋഗത്ത് ഉയർന്ന പ്രതിഫലവും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, രോഗികളായ ആളുകളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. 1.5 വയസ്സുള്ള ആ കുട്ടിക്ക് റബ്ബേ നടക്കാനുള്ള ആഫിയത്ത് നീ കൊടുക്കണേ റഹ്മാനെ. സംസാരിക്കാനുള്ള ശേഷി കൊടുക്കണേ റഹ്മാനെ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരുടെയും കുട്ടികളെ നീ ആഫിയത്തുള്ള കുട്ടികളാക്കണേ റഹ്മാനെ. ബുദ്ധിശക്തിയുള്ള കുട്ടികളാക്കണേ റഹ്മാനെ. ആരോഗ്യവും ബുദ്ധിശക്തിയും തന്റെ ഇടവും ശേഷിയുമുള്ള കുട്ടികളാക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അവരെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരിമാർ, ഉമ്മമാർ, അല്ലാഹുവേ, ഞങ്ങളോട് ദുആക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തവരെ എല്ലാവരെയും നീ ഖബൂലാക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ പരിഹരിക്കണേ റഹ്മാനെ. വിവാഹ പ്രായമെത്തി നിൽക്കുന്നവർക്ക് റബ്ബേ സംതൃപ്തമായ ജീവിതം നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, പ്രസവം അടുത്ത് നിൽക്കുന്ന സഹോദരിമാർ, അല്ലാഹുവേ, അവരുടെ പ്രസവം നീ സുഖപ്രസവമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാരുടെ ജോലിയിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അവിടെ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും അവർക്ക് നീ കാവൽ കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മഹല്ല് ദീനിന്റെ ഇസ്സത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലിനും ഞങ്ങളുടെ സംഘടനയ്ക്കും നേതൃത്വം വഹിക്കുന്ന മുഴുവൻ നേതാക്കന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم. ഈ പരിപാടി ഇവിടെ ഭംഗിയോടുകൂടെ നിർവഹിച്ച ഉസ്താദുമാർക്കും ഇവിടെ വീക്ഷിക്കാനെത്തിയ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ. സഹോദരന്മാരെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മറുപടിയിൽ ഇപ്പോഴും നമ്മൾ അബ്ദുള്ള ദാരിമി വെള്ളിലയിൽ നിന്ന് വിളിച്ചു, മഞ്ചേരിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവിടെ ജുമാ ഖുത്ബ നടക്കുന്നുണ്ട്, മലയാളത്തിലാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. നമ്മൾ ബൈലക്സിൽ ഇതാ ടെക്സ്റ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കളായ ആൾക്കാർ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി മഞ്ചേരി ചെന്ന് അന്വേഷിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ